ഇന്ത്യയുടെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ട്രംപ് ആണെന്ന് നേരത്തെ തന്നെ നിരവധി തവണ വിമർശനങ്ങൾ ഉയർന്നതാണ്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയതിന് പ്രതികാര ചുങ്കം ചുമത്തിയതും ഒടുവിൽ എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പിൽ തീരുവ കുറച്ചതും വലിയ രാഷ്ട്രീയ ചർച്ച ആയതുമാണ്. ഒടുവിൽ പശ്ചിമേഷ്യൻ സംഘർഷം എണ്ണ വിപണിയെ കൂടി ബാധിച്ചതോടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അനുമതി നൽകിയിരിക്കുകയാണ് അമേരിക്ക. കേവലം 30 ദിവസത്തേക്ക് മാത്രമാണ് അമേരിക്കയുടെ ഈ അനുമതി എന്നാണ് ഇതിന്റെ പ്രത്യേകത. ഇന്ത്യ എവിടെ നിന്ന് എണ്ണ വാങ്ങണമെന്ന് തീരുമാനിക്കുന്നത് ട്രംപ് ആണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. അമേരിക്കയുടെ ബ്ലാക്ക് മെയിലിംഗ് എത്ര കാലം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതിപക്ഷം ഉയർത്തുന്ന ചോദ്യം. ഒരു പരമാധികാര രാഷ്ട്രമായ ഇന്ത്യക്ക് എവിടെ നിന്നായാലും എണ്ണ വാങ്ങാൻ അമേരിക്കയുടെ അനുമതി ആവശ്യമുണ്ടോ? വിദേശ നയം സ്വീകരിക്കുന്നതിന് മുമ്പ് ട്രംപിന് ഇഷ്ടമാകുമോ എന്ന ആധി ഈ രാജ്യത്തെ എവിടെ കൊണ്ടെത്തിക്കും? കാണാം RDX റാപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള എണ്ണ വിപണിയെ സാരമായി ബാധിച്ചതോടെയാണ് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ ഇന്ത്യക്ക് അമേരിക്ക അനുമതി നൽകിയത്. ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടതോടെയാണ് അമേരിക്കയുടെ ഇടക്കാല ഇളവ്. ആഗോള എണ്ണ വിതരണം തടസ്സപ്പെടാതിരിക്കാനാണ് അമേരിക്കയുടെ ലക്ഷ്യമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എക്സിലൂടെയാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത്. 30 ദിവസത്തേക്ക് എണ്ണ വാങ്ങാനുള്ള അനുമതിയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും ലഭിച്ചിട്ടുള്ളത്. ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഊർജ്ജ വിതരണത്തിലൂടെ ഇന്ത്യയെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് റഷ്യ അറിയിച്ചിരുന്നു. അതേസമയം ഇന്ത്യയുടെ വിഷയത്തിൽ അമേരിക്ക അനുമതി നൽകുന്നതിനെ വിമർശിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. അമേരിക്കൻ ബ്ലാക്ക് മെയിലിംഗ് എത്ര കാലം തുടരുമെന്ന് കോൺഗ്രസ് MP ജയറാം രമേശ് പരിഹസിച്ചു. നേരത്തെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി കുറയ്ക്കാമെന്ന വ്യവസ്ഥയിലാണ് ഇന്ത്യക്കുള്ള ഇറക്കുമതി തീരുവയിൽ അമേരിക്ക ഇളവ് വരുത്തിയിരുന്നത്. പിന്നാലെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഘട്ടം ഘട്ടമായി കുറച്ചു വരികയായിരുന്നു. RDX റാപ്പ് ന്യൂസ് മലയാളം. ഏതായാലും അമേരിക്കയുടെ അനുമതിക്ക് ശേഷം കപ്പലുകൾ എത്തി തുടങ്ങിയിട്ടുണ്ട്. കിഴക്കൻ ഏഷ്യൻ മേഖലകളിലേക്ക് നീങ്ങുകയായിരുന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ കപ്പൽ ഇന്ത്യൻ തീരത്തെത്തി എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം. സിംഗപ്പൂരിലേക്ക് നീങ്ങുകയായിരുന്ന മറ്റൊരു കപ്പലും ഇന്ത്യൻ തീരത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ എണ്ണയുമായിട്ട്. ഇന്ത്യക്ക് ആവശ്യമുള്ള എണ്ണയുടെ 88% ഇറക്കുമതി ചെയ്യുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്നാണ്. നമുക്ക് എണ്ണ ഉൽപ്പാദനമില്ല. റഷ്യ ഉക്രൈൻ യുദ്ധം നടക്കുമ്പോഴും 40% എണ്ണ റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്തിരുന്നു. നമുക്കത് ഓർമ്മയുണ്ട് ആ കാലത്തെ ചർച്ചകൾ. റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് റഷ്യയിൽ നിന്നും 2.5% എണ്ണ ഇറക്കുമതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യുദ്ധത്തിന് മുമ്പ് വലിയ ഇളവുകളോടെയായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിയത് ആ കാലത്ത്. അമേരിക്കയുടെ സമ്മർദ്ദം എങ്ങനെയാണ്? റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കുറക്കാൻ അമേരിക്ക ചെലുത്തിയത് വൻ സമ്മർദ്ദമാണ്. സമീപകാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ സമ്മർദ്ദങ്ങളിലൊന്നും. പകരച്ചുങ്കവും അധിക തീരുവയും അടക്കം പ്രഖ്യാപിച്ചതോടെ ഇന്ത്യ അമേരിക്കക്ക് വഴങ്ങുകയായിരുന്നു. നമുക്ക് ആ കാലത്തെ ചർച്ചകൾ ഓർമ്മയുണ്ട്. ഇനി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പിൽ തീരുവ 18% അമേരിക്ക കുറക്കുകയും ചെയ്തു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന് നരേന്ദ്രമോദി സമ്മതിച്ചതായും അമേരിക്ക പരസ്യമായി തന്നെയും പറഞ്ഞിരുന്നു. തുടർന്ന് ഇറാഖിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങി. അമേരിക്കയുടെ സമ്മർദ്ദം ശക്തമായതോടെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് ഇന്ത്യ ഗണ്യമായി കുറയ്ക്കുകയായിരുന്നു. 2025 ഡിസംബറിൽ റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തി നിരവധി കരാറുകളിൽ ഒപ്പുവെച്ചു. 8 കരാറുകളിലാണ് ഒപ്പുവെച്ചത്. ഭീകരതയ്ക്കെതിരെ ഒരുമിച്ച് പോരാടുമെന്നും റഷ്യയുമായുള്ള ആ കരാറിലുണ്ടായിരുന്നു. $100 ബില്യൺ വ്യാപാരം ലക്ഷ്യമിടുന്നതായി പുടിൻ അന്ന് ആ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നു. റഷ്യ ഇന്ത്യ പുതിയ വ്യാപാര ഇടനാഴി നിർമ്മിക്കുമെന്നും ആ കരാറിൽ ഉണ്ടായിരുന്നു. ഇന്ത്യക്ക് എണ്ണ ഉറപ്പാക്കുമെന്നും ഊർജ്ജ മേഖലയിൽ സഹകരണം ആഗ്രഹിക്കുന്നതായും പുടിൻ അന്നത്തെ ചർച്ചയ്ക്ക് ശേഷം പറഞ്ഞു. ബഹിരാകാശ AI മേഖലകളിൽ ഉൾപ്പെടെ യോജിച്ച നീക്കങ്ങൾക്കുള്ള കരാറിലും അന്ന് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. പ്രതിരോധ വ്യാപാര തൊഴിൽ രംഗങ്ങളിലും നിരവധി കരാറുകളിലാണ് ഇന്ത്യയും റഷ്യയും തമ്മിൽ അന്ന് ഒപ്പുവെച്ചത്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി യൂറിയ നിർമ്മാണത്തിനുള്ള കരാറിലും അന്ന് ഒപ്പുവെച്ചിരുന്നത്. റഷ്യയുമായുള്ള അന്നത്തെ കരാറിൻ്റെ വിശദാംശങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയുമാണ് അതിനകത്തുള്ള വിശദാംശങ്ങൾ. ഇന്ത്യക്ക് വേണ്ടി ഔദാര്യം പ്രഖ്യാപിക്കുന്നത് പോലെയാണ് ഇന്നത്തെ US ട്രഷറി സെക്രട്ടറിയുടെ എക്സ്പോസ്റ്റ് എന്ന് കോൺഗ്രസ് MP ജയറാം രമേശ് വിമർശിച്ചു. എന്നിട്ടും ഇന്ത്യ മൗനമായി തുടരുന്നത് എന്തുകൊണ്ടാണെന്നും ജയറാം രമേശ് ഇന്ന് ചോദിച്ചു. Statement that the US Treasury Secretary is doing us a favor, saying that we can buy oil from Russia. He's given us a 30-day waiver. I mean, what does it show? The language that is used in an official statement of the US Treasury Secretary shows that India is a supplicant and they're doing India a favor and India is keeping quiet. പക്ഷേ ഇതിനകത്ത് ഇന്ത്യക്കകത്തെ രാഷ്ട്രീയ എതിരാളികളോട് അങ്ങേയറ്റം റഫായിട്ട് വർത്തമാനം പറയുന്ന നരേന്ദ്രമോദിയുടെ ബൈറ്റുകൾ എത്ര വേണമെങ്കിലും നമ്മുടെ അന്തരീക്ഷത്തിൽ കിട്ടും. പക്ഷേ നമ്മുടെ രാജ്യത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും തരത്തിൽ ലാഭ്യം അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ആധമർണ്യം പ്രഖ്യാപിക്കേണ്ടതില്ലാത്ത ഈ ട്രംപ് ഇമാതിരി കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒരു വർത്തമാനം, ഒരു മുരടനക്കം കൊണ്ടുപോലും ഇയാളെ ഒന്ന് വിമർശിക്കുന്ന ഒരു ശബ്ദശകലം പോലും നമുക്ക്
നരേന്ദ്രമോദിയുടേതായിട്ട് കിട്ടില്ല. ഇപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്ക് എണ്ണ വാങ്ങാൻ മറ്റേയാളുടെ വീട്ടിലെ ആളുടെ അനുമതി വേണം എന്ന മട്ടിലായിട്ടുണ്ട് കാര്യങ്ങളല്ലേ. അങ്ങേയറ്റം അപമാനകരമായ സാഹചര്യമല്ലേ ഇത്? അതെ. അതായത് പ്രധാനമന്ത്രി ആയ ശേഷം നരേന്ദ്രമോദി പൊതുവെ സ്വതന്ത്ര മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കാറില്ല. അതേസമയം ഈ ഗോദി മീഡിയ എന്ന് വിളിക്കപ്പെടുന്ന അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന മാധ്യമങ്ങളുടെ പരിപാടികളിലൊക്കെ പങ്കെടുക്കാറുണ്ട്. അങ്ങനെയുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാറുമുണ്ട്. അങ്ങനെ ഒരു പരിപാടിയിൽ ഈ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ഒരു ചോദ്യം ഉയരുമ്പോൾ അദ്ദേഹം അതിനോട് പ്രതികരിക്കുന്നത് വളരെ കൗതുകകരമാണ്. കാരണം അദ്ദേഹം ഈ അവതാരകൻ ചോദിക്കുന്നത് ഈ അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത്തരം സാഹചര്യത്തിൽ എന്താണ് നിങ്ങൾ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത് അതിനോട് പരമപുച്ഛത്തോടെയാണ് തള്ളിക്കളയുന്നത്. എന്ത് അന്താരാഷ്ട്ര സമ്മർദ്ദം, ഈ 100 കോടി ജനങ്ങളുള്ള നമ്മളല്ലേ സമ്മർദ്ദം ചെലുത്തുന്നത് എന്ന്. നല്ല ഹിന്ദി. അപ്പോൾ അത് നല്ല ഹിന്ദിയിൽ അത് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അതിനുശേഷം വിശ്വഗുരു എന്നുള്ള ഒരു പ്രതീതി ഇന്ത്യക്ക് പുറത്ത് അല്ല ഇന്ത്യക്കുള്ളിൽ അങ്ങനെ ഇദ്ദേഹം വിശ്വഗുരുവാണ് എന്ന് അവതരിപ്പിക്കാനുള്ള ആസൂത്രിതമായ ഒരു പ്രൊപ്പഗാൻഡയുടെ ഭാഗമായാണ് ആ നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നമ്മളെയൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയൊക്കെ ചെയ്തു. നമ്മളങ്ങനെയൊക്കെ അങ്ങ് വിശ്വസിച്ചു എന്ന് കൂട്ടിക്കോളൂ. പക്ഷേ സംഭവിക്കുന്നത് എന്താണ് സനീഷേ? ഇന്ത്യയിൽ നിന്ന് എത്ര നേതാക്കൾ അമേരിക്കയുടെ മണ്ണിൽ പോയി രൂക്ഷമായി അമേരിക്കയെ വിമർശിച്ചിട്ടുണ്ട് ഓരോ നടപടിക്രമങ്ങളിലും. അത് VK കൃഷ്ണമേനോൻ മുതൽ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി മുതൽ ഏറ്റവും ഒടുവിൽ ശശി തരൂർ വരെ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ പോയിട്ട് അമേരിക്കയെ വിമർശിച്ചിട്ട് പോന്നിട്ടുണ്ട്. ഇതാണ് വസ്തുത. പല ഘട്ടങ്ങളിലായി പല കാരണങ്ങൾ കൊണ്ട്. അതിലും ഇന്ദിരാഗാന്ധി അവിടെ അമേരിക്കയിൽ തന്നെ ഈ ഒരു രാജ്യത്തിൻ്റെ കാര്യത്തിൽ കയറി ഇടപെടുന്നതിനെ വിമർശിച്ചിട്ടുണ്ട്. അതായത് ഒരു രാജ്യം എന്ത് ചെയ്യണം എന്ന് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് തന്നെ അമേരിക്കയിൽ പോയിട്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞിട്ടുണ്ട്. ഒരു ഘട്ടത്തിലല്ല, പല ഘട്ടങ്ങളിൽ ഈ ലോക നേതാക്കൾ എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഇന്ത്യയുടെ ഭരണാധികാരികൾ അവിടെ പോയിട്ട് ശക്തമായ ഭാഷയിൽ കാര്യങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. അതിപ്പോൾ വിയറ്റ്നാം വാറിൻ്റെ സമയത്തായാലും ശരി, അങ്ങനെ പല ഘട്ടങ്ങളിലും. വിയറ്റ്നാം വാറിൻ്റെ കാലത്തുള്ള പ്രതികരണമൊക്കെ ഭയങ്കര കൗതുകമുള്ളതാണ്. കാരണം വിയറ്റ്നാം വാറിൽ അമേരിക്ക തോറ്റുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയത്ത് അമേരിക്കയോട് പറയുകയാണ്, നിങ്ങളുടെ അവസ്ഥയിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. വിയറ്റ്നാമിലെ നിങ്ങളുടെ അവസ്ഥയിൽ വിഷമമുണ്ടെന്ന് അമേരിക്ക എന്ന് പറയുന്ന ലോക പോലീസുകാരൻ അവിടെ പോയിട്ട് യുദ്ധം ചെയ്ത് പരാജയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ പോയി പറയുന്നത് ആ വേദനയിൽ പങ്കാളിയാകുകയല്ല, അത് പരിഹസിക്കുകയാണ്. ആ രീതിയിൽ പറയാനുള്ള ആർജവം ഇന്ത്യക്കുണ്ടായിരുന്നു, അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ ഇന്ത്യക്കുള്ളിൽ പ്രതീതി ഉണ്ടാക്കുകയാണ്. അതായത് ഇവിടെ ഭയങ്കര ഇന്ത്യ ഇപ്പോൾ വളരെ ഗംഭീരമായ നിലയിലാണ്. ആവാനുള്ളതെല്ലാം ഇന്ത്യക്കുണ്ട്. അതായത് ഇപ്പോഴത്തെ ലോക സാഹചര്യത്തിൽ എന്താണ് ഈ വടംവലിയിൽ പ്രധാനമായും വേണ്ടത്? നമ്മളിപ്പോൾ ഇതിനൊക്കെ ലോക സമാധാനത്തിന് വേണ്ടി നിലപാടെടുക്കുന്നെങ്കിലും ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തന്നെ അണുബോംബ് ആണവ പരീക്ഷണം നടത്തുകയും ഇവിടെ അണുബോംബ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പ്രധാനപ്പെട്ട ശക്തിയുടെ ഒരു പ്രതീകം എന്ന നിലയ്ക്ക് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കയ്യിലുള്ള രാജ്യമാണ് ഇന്ത്യ. മാത്രമല്ല, ഇത്രയും വലിയ വിശാലമായ ജനസംഖ്യയുള്ള അദ്ദേഹം തന്നെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ മുമ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതുപോലെ ഇത്രയും ജനസംഖ്യയുള്ള, ഇത്രയും വൈവിധ്യങ്ങളുള്ള ഒരു മഹാരാജ്യമാണ്. ആ രാജ്യം ഇങ്ങനെ നിൽക്കുന്നത്, ആ രാജ്യത്തോട് ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്യാൻ ഇവരാരാണ്? അതായത് നിങ്ങൾക്ക് ഇളവ് അനുവദിക്കുകയാണെന്നാണ് പറയുന്നത് ഒരു രാജ്യത്തോട്. അത് ഇത്തരം ഒരു ലോക സാഹചര്യത്തിൽ നിന്നുകൊണ്ട് നമ്മൾക്ക് ഇളവ് അനുവദിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മൾ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. ഇത് ആദ്യമായിട്ടല്ലല്ലോ ട്രംപിൻ്റെ ഭാഗത്തും. ട്രംപിൻ്റെ 2ാമത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇതാദ്യമായല്ല ഇന്ത്യയോട് ഈ സമീപനം. അതായത് ട്രംപിന് വേണ്ടി അവിടെ പോയി പ്രസംഗിക്കുകയും അബ്കെ ബാർ ട്രംപ് കി സർക്കാർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുകയും അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ നടത്തുന്ന മട്ടിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്ത പ്രധാനമന്ത്രിയാണ് ഇവിടെ ഉള്ളത്. അത് കണ്ടിട്ട് ഇതാണ് ഈ ഡിപ്ലോമസിയുടെ ഏറ്റവും അങ്ങേ തലം എന്നും അതല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്സിൽ ഈ മട്ടിലാണ് കാര്യങ്ങളിൽ ഇടപെടേണ്ടത് എന്നുമൊക്കെ നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ഇവിടുത്തെ പൗരന്മാർ ഇവിടെ ട്രംപിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അത് ഗംഭീരമാണല്ലോ എന്ന ഒരു ചിന്തയിലേക്ക് പോവുകയും ചെയ്തു എന്നുള്ളതാണ് പ്രശ്നം. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഒരു സാമന്തൻ്റെ സ്വഭാവത്തിൽ നമ്മളെ കാണുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒരു സാമന്തൻ്റെ സ്വഭാവത്തിൽ ഈ ട്രംപ് മാത്രമാണ്. ഇപ്പോൾ നെതന്യാഹു ട്രംപ് കൂടിയാണ് ഈ പുകിൽ മുഴുവൻ ഒപ്പിക്കുന്നത്. ഇന്ത്യ, അതായത് പ്രധാനമന്ത്രി ആദ്യമായി ഇസ്രയേലിൽ സന്ദർശനം നടത്തുകയാണ് പ്രധാനമന്ത്രി 2017. അതാണിപ്പോൾ എപ്സ്റ്റീൻ ഫയലിലുള്ള സന്ദർശനം എന്ന് പറയുന്നത്. ആ സന്ദർശനത്തിന് ശേഷം അദ്ദേഹം 2ാമത് സന്ദർശനം നടത്തുന്നതും ഈ പ്രധാനമന്ത്രി തന്നെയാണ്. 2ാം സന്ദർശനം നടത്തുന്നത് എപ്പോഴാണ് സനീഷ്? ഇവിടെ ഈ വാറിന് തൊട്ട് മുമ്പ്, അതായത് യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇസ്രായേലിൽ സന്ദർശനം നടത്തുകയാണ്. ആ സന്ദർശനമടക്കം അന്താരാഷ്ട്ര തലത്തിൽ വിലയിരുത്തപ്പെടുന്നത് മറ്റൊരു തരത്തിലാണ്. ഈ അമേരിക്കയിൽ പോലും വിലയിരുത്തുന്നത് ഇന്ത്യ ഏതാണ്ട് കീഴടങ്ങി നിൽക്കുന്നു ഇവരോടൊക്കെ എന്ന മട്ടിലാണ്. അതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. അപ്പോൾ ഇത് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എപ്പോൾ മുതലാണ്? ട്രംപ്
ഈ നമുക്ക് താരിഫുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉണ്ടാകുമ്പോൾ ഞാൻ ഇടപെട്ട് അത് പരിഹരിച്ചു എന്ന് ആവർത്തിക്കുന്നത്. അത് ശക്തമായി ഖണ്ഡിക്കാൻ പ്രധാനമന്ത്രി ഒരു ഘട്ടത്തിലും തയ്യാറായിട്ടില്ല. പ്രധാനമന്ത്രിയുടെ പണിയല്ല എന്ന മട്ടിൽ അങ്ങനെ ഒഴിവായി പോവുകയാണ്. പക്ഷേ ഇന്ത്യൻ ചരിത്രത്തിൽ ലോകം അംഗീകരിച്ച ഇന്ത്യയുടെ നേതാക്കളെല്ലാം പ്രതികരിക്കേണ്ട സമയത്ത് ശക്തമായി പ്രതികരിച്ചവരാണ്, അതിശക്തമായി പ്രതികരിച്ചു. ആ പ്രതികരണം ഉണ്ടാവുന്നില്ല. ട്രംപിൻ്റെ പേരെടുത്ത് പറയുകയില്ല. ട്രംപിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാമെങ്കിൽ, ട്രംപിൻ്റെ പേര് പറഞ്ഞ് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്താമെങ്കിൽ, ട്രംപ് ഈ സൈസ് കുഴപ്പം കാണിക്കുമ്പോൾ ട്രംപിൻ്റെ പേര് പറഞ്ഞ് തന്നെ കാര്യങ്ങൾ തിരിച്ച് ഖണ്ഡിക്കണ്ടേ? അങ്ങനെ ഒരു സമീപനമേ ഉണ്ടായിട്ടില്ല. ഇത് ആണോ ഡിപ്ലോമസി? അല്ല, ഇങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇതാണോ ചേരിചേരാ നയത്തിൻ്റെ ഒരു സ്വഭാവം? അല്ലല്ലോ. ഇത് ഈ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് ചേരിചേരാ നയമായതുകൊണ്ട് മിണ്ടാതിരിക്കാം എന്നുള്ളതല്ലല്ലോ. ഈ ചേരിചേരാ നയത്തിൻ്റെ ഉപജ്ഞാതാക്കൾ തന്നെ വിമർശിക്കേണ്ട സമയത്ത് കൃത്യമായി വിമർശിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ സമ്പൂർണ്ണമായി ഇത് അനാവശ്യമായി എന്തോ ഒരു പേടി കുടുങ്ങിയിട്ടുണ്ടോ എന്നാണ് എൻ്റെ സംശയം. എന്തോ ഒരു പേടി കുടുങ്ങിയിട്ട് ആളുകൾ മിണ്ടാതിരിക്കില്ല. കാരണം അല്ലെങ്കിൽ എന്തിനാണ് ഇന്ത്യ ഇത്രയും മഹത്തായ, ഇത്രയും കരുത്തുറ്റ, ഏറ്റവും വലിയ സൈനിക ശേഷിയുള്ള രാജ്യങ്ങളിൽ പ്രഥമ പട്ടികയിൽ തന്നെയുള്ള ഒരു രാജ്യം എന്തിനാണ് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നത് ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ? നമുക്ക് ഈ രാജ്യത്തിൻ്റെ സോവറിനിറ്റി കാത്തു സൂക്ഷിച്ചപ്പോൾ അത് സ്പെയിൻ അവിടെ പറയുന്നത് കണ്ടില്ലേ, ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറയാനുള്ള കപ്പാസിറ്റി കാണിക്കട്ടെ ആ രാജ്യങ്ങൾ. ഇപ്പോൾ എത്ര രാജ്യങ്ങളുണ്ട്? വെനിസ്വേലയിൽ അവിടേക്ക് കടന്നു കയറി രാജ്യത്തിൻ്റെ പ്രസിഡന്റിനെ തട്ടിക്കൊണ്ടു പോയിരിക്കുക. എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടായിട്ടാണോ? ഒന്നുമല്ല. അത് ഇതുപോലെ ഇവർ പറയുന്ന ഇറാനെ പോലെയോ മറ്റേതെങ്കിലും സാഹചര്യത്തിൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും ഇടപെട്ടപ്പോൾ പറഞ്ഞ കാരണങ്ങൾ പോലും പറയാനില്ല വെനിസ്വേലയിൽ. ഇപ്പോൾ അത് ക്യൂബയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ്. ക്യൂബയിലെ വിപ്ലവം കഴിഞ്ഞിട്ട് അവരെല്ലാം മരിച്ചു. ക്യൂബൻ വിപ്ലവത്തിൻ്റെ നേതാക്കളായിരുന്നവർ മരിച്ചു. അത്രയും കാലം അവിടെ അവർ ഭരിച്ചു. അതിനുശേഷം ഇപ്പോൾ ക്യൂബ വെല്ലുവിളിയാണത്രേ. ക്യൂബയിലേക്ക് ഇടപെടാൻ പോവുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് ട്രംപ്. അപ്പോൾ ഈ മട്ടിൽ ഈ തെമ്മാടി രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിൽ ഇങ്ങനെ ഇടപെടുന്ന, അത് രാഷ്ട്രത്തെ പറഞ്ഞിട്ട് കാര്യമില്ല, രാഷ്ട്രമല്ല, നേതാവ്. ആ നേതാവാണ്. കാരണം അമേരിക്കയിൽ ഇതിനെതിരാണ്. അമേരിക്കയിലെ 80% ആളുകളും ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾക്ക് എതിരാണ് എന്നുള്ള സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് തന്നെ പോരെ നമുക്ക് ഇവർക്കെതിരെ പ്രതികരിക്കാനായിട്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ തന്നെ വന്നിട്ട്, അതായത് അമേരിക്കയുടെ ഒരു ഇവിടുത്തെ ഒരു സെക്രട്ടറിയാണ്, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, ഈ നമ്മുടെ അതായത് ചൈനയ്ക്കൊപ്പം ചൈനയെപ്പോലെ വളരാൻ ഇന്ത്യ അനുവദിക്കില്ല. അവർക്ക് 20 വർഷം മുമ്പ് ചൈനയുമായിട്ടുള്ള വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട് പറ്റിയ അബദ്ധം ഇന്ത്യയുമായിട്ട് കാണത്തില്ല. അതുപോലെ വളരാൻ ഇന്ത്യ അനുവദിക്കില്ലെന്ന് ഇവിടെ വന്ന് നിന്നിട്ട് പറയുകയാണ്. അവിടുത്തെ ഒരു സഹമന്ത്രിയുടെ പദവിയുള്ള വ്യക്തിയാണ് ഇവിടെ വന്ന് നിന്നിട്ട് ഇതേക്കുറിച്ച് ഒരു ഡെപ്യൂട്ടി സെക്രട്ടറി എന്തോ ആണ്, അദ്ദേഹം വന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അതിനോടും പ്രത്യേകിച്ചൊരു പ്രതികരണം ഇവിടെ ഒന്നും ഉയരുന്നില്ല. അപ്പോൾ ഇത് പ്രതികരിക്കാനുള്ള ശേഷിയോ ആർജവമോ ഇല്ലാത്ത ഒരു രാജ്യമോ സർക്കാരോ ആണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ ആർക്കൊക്കെയോ, അതായത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് എന്തോ ഒരു ഭയം അത് അങ്ങനെ കടന്നുകൂടിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ എണ്ണ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇളവ് അനുവദിക്കുകയാണ് എന്നാണല്ലോ പറയുന്നത്. നമ്മൾ എണ്ണ വാങ്ങുന്നു. ഇതിന് ഇപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ ടെലിവിഷൻ ചാനലിലോ കാണുന്ന എന്താണ്? നാഷണൽ മീഡിയ എന്ന് പറയുന്ന ഈ ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലുകളിലും ഹിന്ദി ചാനലുകളിലും ഒക്കെ അതങ്ങനെയാണ് എന്ന് വിശദീകരിക്കാനാണ് എല്ലാവരും കിടന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിലനിൽക്കുന്ന ഒരു നിയന്ത്രണമാണത്? അമേരിക്ക ലോക പോലീസാണ്, അതുകൊണ്ട് അമേരിക്കയുടെ എല്ലാ ഭാഷയും ഈ മട്ടിലായിരിക്കും എന്നാണ് ഇപ്പം ഞാൻ അല്പം മുമ്പ് കണ്ടതാണ്. അമേരിക്കയുടെ ഭാഷ ഇതാണ്. കാരണം നിലനിൽക്കുന്ന ഒരു നിയന്ത്രണമാണല്ലോ, ഒരു ഉപരോധമുണ്ടല്ലോ, അമേരിക്കയുടെ ഉപരോധം. അമേരിക്കയുടെ പോളിസിയെല്ലാം ലോകം മുഴുവൻ ബാധിക്കുന്നതാണ്. അമേരിക്കയുടെ പോളിസി, അമേരിക്കയുടെ ഗ്ലോബൽ പോളിസി അങ്ങനെയാണ്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. UN അംഗീകരിച്ചിട്ടുള്ളതല്ല. പക്ഷേ അമേരിക്ക എപ്പോഴും സ്വീകരിക്കുന്നത്, അമേരിക്ക ഒരു നയം കൊണ്ടുവന്നാൽ അത് ലോകത്തിന് മുഴുവൻ ബാധകമായിട്ടുള്ളതാണ് എന്ന മട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഭാഷ ഇതായിരിക്കും, അതുകൊണ്ട് അതിനെ കണ്ടില്ലെന്ന് നടിച്ചാൽ മതി. ആ ഭാഷ അവരുടെ രീതി അതായതുകൊണ്ടാണ് എന്ന മട്ടിൽ എങ്ങനെയാണ് കൈ കഴുകി പോകാൻ നമുക്ക് കഴിയുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സംശയം അതന്നെയാണ്. അതായത് അതിങ്ങനെയാണ്. അതായത് അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസ്റ്റൻ്റെ എക്സിൽ കുറിച്ചത് ഇങ്ങനെയാണ്: ടു എനേബിൾ oil to keep flowing into the global market, the Treasury Department is issuing a temporary 30-day waiver to allow Indian refiners to purchase Russian oil. അതായത് റഷ്യൻ ഓയിൽ പർച്ചേസ് ചെയ്യാൻ ഇന്ത്യൻ റിഫൈനേഴ്സിന് എലോ ചെയ്തിരിക്കുകയാണ്. ആര്? അമേരിക്ക. താൻ ആരുവാ എന്ന് ചോദിക്കേണ്ടുന്ന സമയമാണിത്. അതായത് ഞങ്ങളുടെ രാജ്യം ഇന്ത്യ അപ്പുറത്തെ രാജ്യമായ റഷ്യയിൽ നിന്ന് എണ്ണ മേടിച്ചോളൂ എന്ന് എലോ ചെയ്യാൻ താൻ ആരുവാ എന്ന് അമേരിക്കയോട് ചോദിക്കേണ്ടുന്ന സമയമാണിത്. ഇതിനേക്കാളും വലിയ സൂപ്പർ പവർ ആയിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഭരിച്ചതാണ് ഈ രാജ്യം.
അതായത് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ ഒരു ഭാഗത്ത് സൂര്യൻ അസ്തമിക്കുമ്പോഴേക്ക് അവരുടെ സാമ്രാജ്യത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് സൂര്യൻ ഉദിക്കും. എന്ന് വെച്ചാൽ ഒരിക്കലും ആ സാമ്രാജ്യത്തിൽ സൂര്യൻ അസ്തമിക്കില്ല. അങ്ങനെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിലെ ബ്രിട്ടീഷ് ഭരണാധികാരികളോട് ഫൈറ്റ് ചെയ്തിട്ട് അവരവരുടെ ജീവൻ കൊടുത്ത് ഫൈറ്റ് ചെയ്തിട്ട് പോയി പണി നോക്ക് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയെടുത്ത രാജ്യമാണ്. ആ രാജ്യമാണ് ഇപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് എണ്ണം മേടിച്ചോട്ടോ ഞാൻ അലോ ചെയ്തിട്ടുണ്ട് എന്ന് പറയാം. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മളത് സഹിക്കുക. അതായത് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ അപ്പുറത്ത് ഏത് കടയിൽ നിന്ന് എണ്ണ മേടിക്കണമെന്ന് മറ്റൊരു വീട്ടിലെ ചങ്ങാതി വന്ന് പറഞ്ഞു തരേണ്ട ആവശ്യം നമുക്കുണ്ടോ? ഈ 56 ഇഞ്ച് 75 ഇഞ്ച് എന്നൊക്കെ പറഞ്ഞ ഈ ആളുകൾ ഈ ഘട്ടത്തിൽ എന്തുകൊണ്ടാണ് മിണ്ടാത്തത് എന്ന് അവരുടെ പാർട്ടിക്കാർ തന്നെ ചോദിക്കണം. എന്തുകൊണ്ടാണ് അവർ പാർട്ടിക്കാർ ചോദിക്കണം എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ മുൻ നേതാവായിരുന്ന AB വാജ്പേയി ഇവിടുത്തെ വിദേശകാര്യമന്ത്രിയായിരുന്നു അല്ലേ? അദ്ദേഹം വിദേശകാര്യമന്ത്രിയായിരുന്നു. അദ്ദേഹം ഈ കാര്യങ്ങൾ ഈ എന്താണ് അന്താരാഷ്ട്ര ഈ നയതന്ത്ര കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത ആളുകൾ ഈ പാർട്ടിയിൽ ആദ്യമായിട്ടല്ല ഉണ്ടാകുന്നത്. നേരത്തെ വാജ്പേയി ഉണ്ടായിരുന്നു. വാജ്പേയി ഒരു സ്ഥലത്തേക്ക് പോയി എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു ആളുകൾ. അത് അദ്ദേഹം മറ്റേ ഈ PR വർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ട് ഇങ്ങനെ വിശ്വഗുരു എന്ന് വിളിപ്പിച്ചിട്ടല്ല. അത് യഥാർത്ഥമായിട്ടുള്ള നയതന്ത്രം. അത് ഇന്ത്യയുടെ അതുവരെ തുടർന്ന ഈ രാഷ്ട്രീയ പാർട്ടി ഏതാണ് ഭരിക്കുന്നതെന്ന് സംബന്ധിച്ച് ഉള്ള വ്യത്യാസം കണക്കാക്കാതെ തന്നെയും ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ എന്ന് വെച്ചാൽ ഇത്രമാത്രം വലിയ ജനസംഖ്യയുള്ള ഇത്രമാത്രം വലിയ വൈവിധ്യങ്ങളുള്ള ലോകത്തിനാകപ്പാടെ അമ്പരപ്പോടെയും അത്ഭുതത്തോടെയും ആദരവോടെയും നോക്കാൻ മാത്രം വലുപ്പമുള്ള ഈ രാജ്യത്തിൻ്റെ നയതന്ത്ര സംവിധാനങ്ങൾ നേരത്തെ മുതൽ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്. അതിനകത്ത് അടിയുറച്ചു നിന്നിട്ട് വേണം ഈ രാജ്യത്ത് മറ്റു രാജ്യങ്ങളോട് സംസാരിക്കാനും നിലപാടുകൾ എടുക്കാനും എന്ന രാഷ്ട്രീയമായിട്ടുള്ള നല്ല ഉറപ്പ് AB വാജ്പേയിക്ക് ഉണ്ടായിരുന്നു. ആ കാലത്ത് അദ്ദേഹം കുറഞ്ഞ കാലമല്ലേ പ്രധാനമന്ത്രിക്കായിട്ട് നിന്നുള്ളൂ. പക്ഷേ അദ്ദേഹത്തെ ഈ പറയുന്ന ലോകരാജ്യങ്ങൾ ആളുകൾ ബഹുമാനത്തോടെ നിൽക്കുമായിരുന്നു. അമേരിക്കയിലും അതെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ വളരെ വിശാലമായിട്ടുള്ള ജീവചരിത്രം ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തൊക്കെ പറയുന്നത് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അതായത് മറ്റു രാജ്യങ്ങൾ അങ്ങേയറ്റം ബഹുമാനത്തോട് കൂടിയിട്ടാണ്. ഇതിപ്പോൾ ബഹുമാനത്തോട് കൂടിയിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്, നരേന്ദ്രമോദിയെയും കാണുന്നത് എന്ന് എല്ലാവരും പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. നമുക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി എന്ന മഹത്തായ പദവിയിലിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിശ്വഗുരു എന്ന ആളുകൾ വിളിക്കുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ സന്തോഷകരമായ കാര്യമാണ്. പക്ഷേ ഈ ട്രംപ് ഇമാതിരി കളി കളിക്കുകയും ഞങ്ങൾ നിങ്ങളെ അലോ ചെയ്തിരിക്കുന്നു എന്ന് പരസ്യമായിട്ട് എക്സൽ എഴുതി വെക്കുകയും ചെയ്യുമ്പോൾ പോയി പണി നോക്ക്, താൻ ആരുവാ ഞങ്ങൾ എവിടുന്ന് വാങ്ങണം തീരുമാനിക്കാനെന്ന് പറയേണ്ടുന്ന ഒരുപക്ഷെ നമ്മുടെ ആഗ്രഹമായിരിക്കും അത് പക്ഷേ ഹർഷ നയതന്ത്രത്തിൻ്റെ ഭാഷയിൽ ഞാൻ ഈ പറയുന്ന പോലെ താൻ ആരുവാ എന്നൊന്നും ചോദിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഇങ്ങനെ നയതന്ത്രത്തിൻ്റെ ഭാഷയിൽ താഴ്ന്നു കിടക്കേണ്ട കാര്യവുമില്ല. കാരണം അത് ഏറ്റവും ചുരുങ്ങിയത് ഇതൊരു വെയ്വർ തരികയാണ് 30 ദിവസത്തേക്ക് എന്നത് തമ്മിലുണ്ടായിരുന്ന എഗ്രിമെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു വെയ്വർ തരികയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അത് നിങ്ങൾ പരസ്യപ്പെടുന്ന ഭാഷയിലെങ്കിലും നയതന്ത്രത്തിൻ്റെ പരസ്പര ബഹുമാനത്തിൻ്റെ ഭാഷ ഉണ്ടാകണം എന്ന കാര്യമെങ്കിലും ആവശ്യപ്പെടാൻ പറ്റണം. അതായത് നിങ്ങൾ ഇക്കാര്യം പരസ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഭാഷയിൽ നയതന്ത്രപരമായിട്ടുള്ള പരസ്പര ബഹുമാനത്തിൻ്റെ വാക്കുകൾ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയാനെങ്കിലും നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിക്കണം. ഇതിപ്പോൾ ഇപ്പോഴും മാത്രമല്ലല്ലോ, നേരത്തെയൊക്കെ എന്താ സംഭവിച്ചുകൊണ്ടിരുന്നത്? നേരത്തെ എല്ലാം സംഭവിക്കുന്നത് ട്രംപ് ഇങ്ങനെ യുദ്ധം നിർത്തിയ ഞാനാണ് എന്ന് പറയും. ഇവിടെ പാകിസ്ഥാനുമായിട്ട് ഈ രാജ്യത്തെ ജനത മുഴുവൻ കക്ഷി രാഷ്ട്രീയ വ്യത്യാസങ്ങളെല്ലാം മറന്നിട്ട് ഒപ്പം ഈ രാജ്യം ഒന്നിച്ച് എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് എല്ലാ ദിവസവും വാർത്താ സമ്മേളനങ്ങളും എല്ലാ ദിവസവും ആളുകൾ TV മുന്നിൽ നിന്ന് ഒരു ജനത ഒറ്റക്കെട്ടായി നിന്നു ഈ പാകിസ്ഥാനെതിരായിട്ട് ഈ പ്രശ്നമുണ്ടായ കാലത്ത് അതിനെതിരായിട്ട്. അപ്പോൾ എല്ലാവരും വന്നു. അപ്പോൾ ഇയാൾ കയറിയിട്ട് പറയുകയാണ് ഞാനാണ് ഈ യുദ്ധം നിർത്താൻ വേണ്ടി പോയതെന്ന്. ഒരക്ഷരം പറഞ്ഞില്ല. ഒന്ന് വാക്ക് കർക്കശമാക്കുക. നമ്മുടെ രാജ്യവും അത്ര തന്നെ ശക്തവും മഹത്തരവുമാണ്. നിങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അപമാനിക്കുന്നില്ല, പക്ഷേ ഞങ്ങളുടെ രാജ്യത്തോട് ഇങ്ങനെ അപമാനപരമായ നിലപാട് പാടില്ല എന്ന സ്റ്റാൻഡ് നമ്മുടെ ഭരണാധികാരികൾ എടുത്തില്ല എന്നത് അങ്ങേയറ്റം ദുഃഖകരമായിട്ട് തോന്നുന്നു. ഇപ്പോൾ ഖമനേയി കൊല്ലപ്പെട്ടു. ഒരു രാജ്യത്തിൻ്റെ ഭരണതലപ്പത്തിലെ ആൾ കൊല്ലപ്പെട്ടാൽ ആ രാജ്യവുമായിട്ട് നമുക്ക് നയതന്ത്ര സംഭാഷണങ്ങളും മറ്റുമൊക്കെ ഉള്ളതാണ്. അതിലെ രാഷ്ട്രീയ പ്രശ്നവും പരസ്പര തർക്കത്തിൻ്റെ എലമെൻറ്റ് മാറ്റിവെച്ചാലും അതിനകത്തുള്ള അപലപിക്കലോ അതിനകത്തുള്ള ഒന്നിപ്പോൾ ഒസാമ ബിൻ ലാദൻ കൊല്ലപ്പെട്ടതല്ലല്ലോ, ഒരു രാഷ്ട്രത്തിൻ്റെ തലവനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് മറ്റൊരു രാഷ്ട്രത്തിൻ്റെ ആക്രമണത്താൽ. അപലപിക്കാൻ സമയം വൈകി. ഓരോ കാര്യത്തിലും ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ എഴുന്നേറ്റ് നിന്ന് കൃത്യമായിട്ട് അഭിപ്രായം പറയാതെ വഴങ്ങി നിന്നാൽ എന്താ ഉണ്ടാവുക എന്നത് പാകിസ്ഥാൻ തന്നെ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാരത്തിലേക്ക് വന്നതിന് ശേഷം ആദ്യം പോയിട്ട് പിന്നെ എൻ്റെ ഓർമ്മയിൽ ഞാനിപ്പോൾ ഓർമ്മയിൽ നിന്ന് എടുത്ത് പറയുന്നത് ചെക്ക് ചെയ്തിട്ടില്ല, നവാസ് ഷെരീഫോ മറ്റോ അവിടെ പാകിസ്ഥാൻ്റെ ഭരണതലപ്പത്തുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ മറ്റോ പിറന്നാളിന് ഗിഫ്റ്റുമായിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് എന്താ ഉണ്ടായത്? പാകിസ്ഥാൻ ഇങ്ങോട്ട് അടിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാവപ്പെട്ട മനുഷ്യരെ അവിടെ പെഹൽഗാമിൽ ഇങ്ങനെ കൊന്നുകളയാണ് ചെയ്തത്. എന്നിട്ട് അപ്പോൾ ഇങ്ങനെ നയതന്ത്ര ബന്ധങ്ങൾ കാണിക്കുക എന്നല്ലാതെ ഈ ഒരു ഘട്ടം വരെ സൗഹൃദം, അതിനുശേഷം ആധമർണ്യം,
അതായത് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ താഴ്ന്നു നിൽക്കുകയാണെന്ന തോന്നൽ ലോകത്തിനാകെ ഉണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം ഇടപെടലുകളിൽ നിന്ന് സംഗതി മാറിയിട്ടില്ലെങ്കിൽ ഹർഷ, നമുക്ക് എനിക്ക് നയതന്ത്ര സംവിധാനങ്ങളെ പറ്റിയിട്ടും അതിൻ്റെ അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടും ഈ വിശാലമായിട്ടുള്ള പത്രങ്ങൾ വായിച്ചിട്ടും ഈ കാര്യങ്ങളെ ദൂരെ നിന്ന് കണ്ടുള്ള അറിവൊക്കെ തന്നെയുള്ളൂ. പക്ഷേ ഇത് ഏത് ഘട്ടത്തിലാണെങ്കിലും ശരിയല്ല, ഇങ്ങനെയല്ല ഇത് ചെയ്യേണ്ടത്. ഒരുപക്ഷെ നമുക്ക് എണ്ണയുടെ ആവശ്യമുണ്ട്, ക്രൂഡ് ഓയിൽ വേണം, ഇവിടെ ഹോർമുസ് കടലോട് അടച്ചിരിക്കുകയാണ്, നമുക്ക് കിട്ടാവുന്നത് മതിയാകാതെ വരും, നമുക്ക് റഷ്യയിൽ നിന്ന് വേണം. അപ്പോൾ അമേരിക്കയുമായിട്ട് നമ്മളൊരു അഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ അഗ്രിമെൻറ്റിൽ നിന്ന് അമേരിക്ക ഒരു വേവർ തന്നാൽ മാത്രമേ അങ്ങോട്ട് പോയിട്ട് വാങ്ങാൻ പറ്റൂ. ഇതെല്ലാം വസ്തുതാപരമായിരിക്കും. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ, ഞങ്ങളിത് അലോ ചെയ്തിരിക്കുന്നു എന്നുള്ള വർത്തമാനം ഇങ്ങോട്ട് പറയരുത്. ഇതേക്കാൾ വലിയ വെള്ളക്കാരെ കെട്ടിച്ചിട്ടുണ്ടായ രാജ്യമാണിത് എന്ന് ഈ ഘട്ടത്തിലെങ്കിലും ആളുകൾ ഓർക്കേണ്ടതാണ്. വാജ്പേയിയുടെ, ഇനിയിപ്പോൾ അവരത് ഓർത്തില്ലെങ്കിൽ അവർക്ക് കൂടുതൽ ഈ സ്വാതന്ത്ര്യ സമരം എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നില്ലെങ്കിൽ വാജ്പേയിയുടെ ഭരണകാലത്തെക്കുറിച്ച് ഓർത്തിട്ട് വാജ്പേയി എങ്ങനെയായിരുന്നു ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എന്നെങ്കിലും അവർ മനസ്സിലാക്കണം. ഇതിനകത്ത് ഒരു കാര്യം കൂടിയുണ്ട് സനീഷ്. ഇതിനകത്ത് ഈ ഒരു സംഘ് തിങ്ക് ടാങ്കുകളൊക്കെ ഈ ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനവുമായി ഇറങ്ങിയിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന ഒരു വാദം ഞാൻ മനസ്സിലാക്കുന്നത്, ഇത് അമേരിക്കയ്ക്ക് വളരെ അടുപ്പമുള്ള ഇന്ത്യക്ക് വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്ന ഒരു സഹായമാണല്ലോ. അതായത് ഈ സമയത്ത് ഇപ്പോൾ വളരെ യുദ്ധ സാഹചര്യമൊക്കെ നിൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യക്ക് എണ്ണ വാങ്ങിയല്ലേ പറ്റൂ, ഇന്ത്യയിൽ ഇപ്പോൾ 24 ദിവസത്തേക്കുള്ള എണ്ണയല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അവർ ആക്ട് ചെയ്തതാണ്. ഇന്ത്യ വേഗം എണ്ണ എവിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യയിൽ നിന്നൊക്കെ മേടിച്ചോ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്തതാണ് എന്നുള്ളതാണ് ഇപ്പം ന്യായീകരിക്കാൻ പറയുന്ന കാര്യം. എൻ്റെ ഒരു സ്വപ്നം എന്താണെന്ന് വെച്ചാൽ നടക്കാത്ത സ്വപ്നം എന്നാണ് വിചാരിക്കുന്നത്. അതായത് ഇവർ ഈ ഇന്ത്യക്കകത്തെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ ദീർഘകാലം പപ്പു എന്ന് വിളിച്ച ആളുകൾ ഒരു തവണയെങ്കിലും ഈ ട്രംപിനെ ഒരു ട്രംപു എന്ന് വിളിക്കുന്നത് കാണണമെന്ന് എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, കേൾക്കണമെന്ന്. പക്ഷേ അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നത് ഇന്ത്യയുടെ എണ്ണ സംഭരണിയെ കാര്യമായി തന്നെ ബാധിക്കും എന്നത് സത്യമാണ്. അപ്പോഴും ഒരു ജനാധിപത്യ പരമാധികാര രാഷ്ട്രം അവർക്കാവശ്യമായ എണ്ണ വാങ്ങാൻ മറ്റൊരു വിദേശ രാജ്യത്തിൻ്റെ അനുമതിക്ക് കാത്തിരിക്കുന്നത് എന്തൊരു ഗതികേടാണ് എന്നാണ് ആലോചിച്ചു പോകുന്നത്. ഇന്ത്യക്കും ഇന്ത്യൻ റിഫൈനേഴ്സിനും റഷ്യയുടെ ക്രൂഡ് ഓയിൽ വാങ്ങാൻ എന്തിനാണ് അമേരിക്ക അനുവാദം തരുന്നത്? അങ്ങനെ പറയാൻ ആരാണ് ഈ US? ലോകത്തിന് മുന്നിൽ നട്ടൽ നിവർത്തി നിലപാട് പറഞ്ഞിരുന്ന പാരമ്പര്യമായിരുന്നു ഇന്ത്യക്ക് എക്കാലവും ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് പ്രധാനപ്പെട്ട തീരുമാനമെടുക്കണമെങ്കിൽ പോലും വൈറ്റ് ഹൗസിൻ്റെ അനുമതിക്കായി കാത്തിരിക്കേണ്ട അവസ്ഥയിലേക്ക് ഈ രാജ്യം എത്തിച്ചേർന്നു എന്ന വിമർശനമാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്. കൂടാതെ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ പേരിൽ ചില കാര്യങ്ങളുമായിട്ടൊക്കെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ് എന്ന വിമർശനവും കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നുണ്ട്. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന ഉറപ്പിലായിരുന്നു US ഇന്ത്യ കരാർ പോലും ഉണ്ടായത്. ആ കരാർ പോലും ട്രംപ് ഏകപക്ഷീയമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രഖ്യാപിച്ചതും ആരും മറന്നു കാണില്ല. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയോടെ US ഇന്ത്യ കരാർ നിലവിൽ വരികയും റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ വരവ് ഗണ്യമായി കുറയുകയും ചെയ്തു. പ്രതിദിനം 20 എന്നതിൽ നിന്ന് 7 ലക്ഷം ബാരലിലേക്കാണ് റഷ്യയിൽ നിന്ന് ഉള്ള എണ്ണയുടെ വരവ് ഇതോടെ കുറഞ്ഞത്. ട്രംപ് ആഗ്രഹിച്ചതുപോലെ ഇനിയും റഷ്യൻ എണ്ണയുടെ അളവ് കുറയുമായിരുന്നു. ഇതിനിടെയാണ് ഹോർമുസ് കടലിടുക്ക് പാരയായി വന്നത്. റഷ്യയിൽ നിന്ന് എണ്ണ എത്തിക്കുന്നത് നല്ല കാര്യമാണെങ്കിലും അതിന് അമേരിക്കയുടെ അനുമതിക്ക് വേണ്ടി കാത്തുനിന്നത് എന്തിനായിരുന്നു എന്നാണ് ബാക്കിയാകുന്ന ചോദ്യം. അടുത്ത വിഷയത്തിലേക്ക്.